എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിത്യവും ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ശിവഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം. ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ഓം നമോ മഹാനന്ദികേശായ എന്ന് പറയണം. ശിവഭഗവാന്റെ വാഹനമാണ് നന്ദി. നന്ദികേശ്വരനെ പ്രാർത്ഥിച്ച ശേഷമാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ശിവഭഗവാനെ പ്രാർത്ഥിക്കാനായി പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ചൊല്ലാം. ഒരു രുദ്രാക്ഷം കൊണ്ടുള്ള ജപമാല ഉപയോഗിച്ച് 108 തവണ ഓം നമ ശിവായ എന്ന് ജപിക്കാം. ഈ 108ന്റെ എത്ര ഗുണിതങ്ങൾ വേണമെങ്കിലും ജപിക്കാം. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് ശിവഭഗവാന്റെ പൂർണ്ണ കൃപാകടാക്ഷം ലഭിക്കും എന്ന് മാത്രമല്ല, എല്ലാവരെയും ചുറ്റി നമുക്ക് ചുറ്റും ഒരു ഈശ്വരീയമായ ഒരു വലയമുണ്ട്. അത് നമ്മുടെ ഓറ എന്ന് പറയും. ആ ഓറയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും. ഇങ്ങനെ ഓം നമ ശിവായ ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓറ ശക്തി വരുമ്പോൾ ദൃഷ്ടിദോഷമോ ശത്രുദോഷമൊന്നും നമ്മളെ പെട്ടെന്ന് ബാധിക്കുകയില്ല. നമ്മൾ എത്രത്തോളം ജപിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ചുറ്റുമുള്ള ആ വലയം നമുക്ക് സംരക്ഷണം തരും. കൂടാതെ ചെറിയ കുട്ടികൾക്ക് ജപിക്കാനുള്ള ശിവഭഗവാന്റെ സ്തുതിയും പറഞ്ഞു തരാം. അത് ഇപ്രകാരമാണ്: ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൂടെ ശ്രീ പാർവതി ദേവിയെയും പ്രാർത്ഥിക്കണം. ശ്രീ പാർവതി ദേവിയെ സ്തുതിക്കേണ്ടത് ഇപ്രകാരമാണ്: ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശിവപാർവതിമാരാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവചരാചരങ്ങളുടെ മാതാവും പിതാവും. ആ ഒരു ഭാവത്തിൽ വേണം ശിവഭഗവാനെയും പാർവതി ദേവിയും നമ്മൾ സ്തുതിക്കാൻ. ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഒരു ശിവലിംഗം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ശിവലിംഗത്തിൽ ശിവപാർവതിമാര് സ്ഥിതി ചെയ്യുന്നതായി ധ്യാനിച്ചുകൊണ്ട് വേണം ഈ സ്തുതികൾ ചൊല്ലാൻ. തുടർന്ന് ഈ സ്തുതികൾ ചൊല്ലി മനസ്സിൽ ശിവലിംഗവും ശിവപാർവതി രൂപവും ധ്യാനിച്ച ശേഷം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. ചുരുങ്ങിയതൊരു 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് നമുക്ക് വളരെ ശ്രേയസ്കരമാണ്. ശിവഭഗവാനും പാർവതി ദേവിയും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്തുതികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കി വായിച്ച് പഠിക്കാം. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.